പ്രതിസന്ധികൾ ഇല്ലാത്ത ജീവിതമില്ല. പരാജയങ്ങൾ നേരിടാത്ത വ്യക്തികളില്ല. കാരണം ഇവയൊക്കെ ജീവിതത്തിൻ്റെ അറുത്തുമുറിച്ചു മാറ്റാൻ സാധിക്കാത്ത ഭാഗങ്ങളാണ്. അങ്ങനെയെങ്കിൽ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക എന്നതാണ് പ്രതിസന്ധികളിൽ തളരാതിരിക്കാനുള്ള പ്രഥമ മാർഗം. ചിലർ ധീരതയോടെ പ്രതിസന്ധികളുമായി ഏറ്റുമുട്ടുന്നു. പല്ലും നഖവും ഉപയോഗിച്ച് പോരാടുന്നു. പരാജയഭീതി അവരെ പുറകോട്ട് മാറാൻ പ്രേരിപ്പിക്കുന്നില്ല. നിശ്ചയദാർഢ്യത്തോടെ അവർ മുന്നേറുന്നു. മറ്റു ചിലർ പ്രതിസന്ധികളെ വന്യമൃഗങ്ങളെപ്പോലെ കരുതുന്നു. അവയോട് പൊരുതിയാൽ പരുക്കേൽക്കുമെന്നും ജീവൻ തന്നെ അപകടത്തിൽ ആവുമെന്നും അവർ ഭയപ്പെടുന്നു. അവർ പ്രതിസന്ധികളിൽ ഒഴിഞ്ഞുമാറൽ എന്ന നയം സ്വീകരിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ പ്രതിസന്ധികളെ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഒരുതരം ഒട്ടകപ്പക്ഷി നയമാണത്. ഒട്ടകപ്പക്ഷി ചിലപ്പോഴൊക്കെ മണലിൽ തലയും പൂഴ്ത്തി കാണാത്ത മട്ടിൽ ഇരിക്കാറുള്ളതുപോലെ. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മുമ്പ് പറഞ്ഞ ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടായില്ലെങ്കിൽ പ്രതിസന്ധികൾ നമ്മെ കീഴടക്കും. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം? ആദ്യമായി ആത്മവിശ്വാസം ഉണ്ടാവണം. സാധാരണയായി മനോശക്തിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ നാം ഉപയോഗിക്കാറുള്ളൂ. എന്നാൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന മനോശക്തി പ്രയോജനപ്പെടുത്തുമ്പോൾ മുമ്പ് സാധ്യമല്ല എന്ന് കരുതിയതും അനുഭവപ്പെട്ടതുമായ കാര്യങ്ങൾ സുസാധ്യമായി തീരുന്നതായി നമുക്ക് ബോധ്യപ്പെടും. ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിനു മുമ്പ് ആ ദിവസത്തെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തുക. നേട്ടങ്ങളിൽ അഭിമാനം കൊള്ളുകയും കോട്ടങ്ങളെ പരിഹരിക്കാനുള്ള ഉപാധികൾ മെനയുകയും ചെയ്യുക. ഞാൻ ശക്തനാണ്, എനിക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഒടുവിൽ മനസ്സിൽ കുറേ പ്രാവശ്യം ഉരുവിടുക. എന്നിട്ട് കിടന്നുറങ്ങാൻ പോവുക. ആത്മവിശ്വാസം ദിവസേന വർദ്ധിച്ചു വരുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. അസാധ്യമായവയെ സാധ്യമാക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുക. പ്രപഞ്ചത്തിൽ സാധ്യമായവ മാത്രമേ ഉള്ളൂ എന്നത് പരമാർത്ഥമാണ്. സനാതന ശക്തിയുടെ നിയന്ത്രണത്തിലാണ് സാധ്യമായവ എല്ലാം തന്നെ. നിത്യജീവിതത്തിൽ നാം ഇടപെടേണ്ടി വരുന്നവർ എല്ലാം നമ്മുടെ ശത്രുക്കൾ ആണെന്ന് കരുതരുത്. നല്ലതിനെയും തീയതിനെയും തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാകണം. കതിരും പതിരും തിരിച്ചറിയുന്നത് പോലെ. പേമാരിക്കും ഇടിമുഴക്കത്തിനും കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നലുകൾക്കും ശേഷം ഒരു ശാന്തതയുണ്ട്. പ്രതിസന്ധികളിൽ തളർന്നാൽ പ്രതിസന്ധികൾക്ക് ശേഷമുള്ള ശാന്തതയുടെ കുളിർമയിൽ അലിഞ്ഞു ചേരാൻ നമുക്ക് ഭാഗ്യമില്ലാതെ പോകും.